ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഏറ്റവും തന്നെ ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ റൈഡ് പോകുന്നു ചോദിക്കണ്ടേ. നീ ഏതാ? ഹലോ ഗായ്സ്, ബൈക്ക് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ തന്നെ നമ്മൾ എക്സാക്റ്റ് ഉറുമ്പിക്കര ടോപ്പ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു, ഏകദേശം ഒരു 20-22 മിനിറ്റോളം വരുന്നുണ്ട്. ഞാൻ മാക്സിമം കട്ട് ചെയ്ത് കുറച്ച് ഭാഗമായിട്ട് കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ സാധാ ഒരു ഹൈവേ കൂടെ പോകുന്ന പോലെ നമ്മൾ ഓഫ് റോഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓരോ ക്ലിപ്പും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് തോന്നും. അതുകൊണ്ട് നമുക്ക് അത്രയും ഭാഗം കട്ട് ചെയ്ത് ഇടാൻ തോന്നില്ല. അത് കാരണം കൊണ്ട് കുറച്ച് ലെങ്തി ആയി പോയതാണ്. അപ്പോൾ നമുക്ക് ഉറുമ്പിക്കര ഓഫ് റോഡിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാൻ നോക്കുക. അങ്ങോട്ടൊന്നും കാണില്ല, ഒക്കെയാണ് തോന്നുന്നു, പക്ഷെ ഒന്നും കാണാനില്ല. വൈകു കടന്നതാ വൈകുന്നേരം. ഇവിടുന്ന് ലെഫ്റ്റ് ആണോടാ? ഇവിടെ ആണോ ലെഫ്റ്റ്? ലെഫ്റ്റ് ആയിരിക്കും, കാരണം അങ്ങോട്ട് ഇല്ല തോന്നുന്നു. ഓക്കെ ആശാനെ, വീഡിയോ കാണാം. ഇവിടെ ഫുള്ള് ഉരുണ്ട കല്ലുകളാണ്. ഇത് പിന്നെ വലിയ വലിയ കല്ല് കുറച്ച് പിടിക്കണം. അവിടെ ഇപ്പോൾ വരുന്ന വഴിക്ക് ഫുള്ള് ഉരുണ്ട കല്ലുകളാണ്. വീഴാൻ അധികം ടെൻഡൻസി ഉണ്ട് ഉരുള കല്ലുകൾ. കൊടുക്കുമ്പോൾ കടന്ന് കറങ്ങി ചെയ്യുക. എൻ്റെ പൊന്നോ, ഒരു വഴി രക്ഷയില്ല എൻ്റെ പൊന്നി. എത്ര കുഴിച്ചുണ്ടോ അടുത്തൊക്കെ പണിയാണ്. നില നടപ്പ് ക്ലച്ച്ലെസ് ഒക്കെ പറയുന്ന പോലെ പിള്ളേർ ഫുള്ള് അക്രമമാണ്. അവിടെ ട്രാക്കിലാണെങ്കിൽ ഇവിടെ ട്രയൽസിലാണ് അക്രമം. പിന്നെ ഈ വഴിക്ക് നല്ല അട്ടകൾ ഉണ്ടാവും. അപ്പോൾ വരുന്നവർ ശരി, അപ്പോൾ വരുന്നവർ സാനിറ്റൈസർ കയ്യിൽ നോക്കുക, അല്ലെങ്കിൽ ഉപ്പിൻ്റെ സാനിറ്റൈസർ അടിച്ച് അപ്പം തന്നെ പോകുന്നുണ്ട്. ഫുള്ള് ഉരുണ്ട കല്ലുകളാണ്. അങ്ങോട്ട് എന്തൊരു ഫാക്ടറി ആകുന്നു.
ടീ ഫാക്ടറി വന്നുണ്ട്. വണ്ടിയൊക്കെ വരുന്നുണ്ടല്ലോ. ഈ വഴിയായിരിക്കും. ഇങ്ങനെ വഴി ഉണ്ടാവും. ഇതാണ്ടോ ഇവിടെ അവിടെ ടീ ഫാക്ടറി ഉണ്ട്. ടീ ഫാക്ടറിനെ തോന്നുന്നു. മുകളിലേക്ക് പോകാം. ഇത് അത്യാവശ്യം ഇനി മണ്ണിട്ട റോഡായിരിക്കും തോന്നുന്നു. കാരണം അങ്ങോട്ട് ട്രക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ടീ ഫാക്ടറിക്ക് ട്രക്ക് വരുന്നുണ്ട്. ഇത് അത് ഓഫ് റോഡാൻ ചാൻസ് ഇല്ല. അവിടെ ഒരു ആർസി ബംഗ്ലാവൊക്കെ ഉണ്ട് പറയുന്നത്. ബംഗ്ലാവല്ല, ബംഗ്ലാവ്. അപ്പോൾ അത് കണ്ടിട്ട് തിരിച്ച് ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകാറ്. ചാർജല്ല, മെമ്മറി ചാർജ് പിന്നെ പവർ ബാങ്ക് കുത്തിയിട്ട് കാണുന്നുണ്ടോ എന്ന്. പശു മാറിക്കോ. ആ പശു മേടിക്കും. സമയം ഏകദേശം 8 മണി ആയിട്ടോ. നമ്മുടെ അവിടെ കയറി 6 മണി 6:30 ഒരു കാലാവസ്ഥ പോകും. ഇടയ്ക്കൊന്ന് ചെറിയ സൂര്യനെ കണ്ടു എന്നല്ലാതെ പിന്നെ കണ്ടിട്ടില്ല. എവിടെ വിളിച്ചിരിക്കണോ? സൂര്യമില്ലാത്ത പറഞ്ഞാൽ നല്ലത്. ഇവിടെ ചെറിയൊരു തേയിലത്തോട്ടം തുടങ്ങിയിട്ടുണ്ട്. വരാമെന്ന് കണ്ടതാണല്ലോ. ഇത് വരുന്ന ഫാക്ടറി എന്ന് തോന്നുന്നു. പഴയ ഫാക്ടറി ഒന്നും ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. റൂമുണ്ടല്ലോ. അപ്പോൾ അവരുടെ ക്വാർട്ടേഴ്സാണ്. ഈ ഫാക്ടറി അത്യാവശ്യം മഞ്ഞൊക്കെ പോയി. നേരെ ക്ലിയറാണ്. ഇത് കുറച്ചും വരുമെന്നാവും. ഇവിടെ എപ്പോഴാണ് മഞ്ഞ് വരുന്നത്, എപ്പോഴാണ് മഞ്ഞ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് വരുന്നുണ്ട്. എന്നാൽ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു നിൽക്കും ചെയ്യും. അങ്ങനെ വന്നിട്ട് അപ്പം തന്നെ പോവില്ല. ഷാലുക്ക് ഷാലു നിങ്ങൾ കാണുന്നുണ്ടോ? അയ്യോ പൊട്ടിയോ? അരുണേ പൊട്ടി. ഏത്? ആ അല്ല ഇതിൽ വെക്കണോ? ഇതിലിങ്ങനെ ഇത് പൊട്ടില്ല. ഇത് പൊട്ടിയ പനിയാ. ആ ഇവിടെ കളഞ്ഞിട്ട് പോയിരുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റോപ്പറൊക്കെ വാങ്ങാൻ നമ്മൾ ഉദ്യോഗം കൊണ്ടായി. ഓഫ് റോഡിന് വരുമ്പോൾ ഇങ്ങനെ പൊട്ടിയിട്ട് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. വരും എന്ന് ഉറപ്പാണ്. എന്തെങ്കിലുമൊക്കെ പൊട്ടും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇതാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഞാൻ പ്രതീക്ഷിച്ചൊന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഹാൻഡിൽ ബാർ ഒന്ന് ബെൻഡാകാൻ അല്ല എൻ്റെ എടാ നിന്റെ ഹാൻഡിൽ ബാർ എങ്ങനെ എന്താ ഓർഡർ ചെയ്താണോ? ഓർഡർ ചെയ്തത് ഏതില്? ആട്ടോ മോട്ടോർ സൈക്കിൾസ്. എത്ര വരുന്നുണ്ട്? സാധനത്തിന്റെ പേരെന്താണ്? സാധനത്തിന്റെ പേരെന്താ? ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾ. അതല്ല പേരെന്താ? ഇതന്നെയാണോ? ഓ പക്ക.
അവിടുത്തെ സാധനം ലുക്കായി. ഇപ്പൊ വണ്ടി ബാക്ക് കാണാൻ അടിപൊളിയായി. എടാ ഒരു പിക്ക് അടിക്കോ എൽദോ ചേട്ടാ, ഒരു പിക്ക്. താങ്ക് യു. ഇതാണ് ഒരു അമ്പലം ഉണ്ട് പറഞ്ഞത്. എടാ ഒരു അമ്പലം ഉണ്ട് പറഞ്ഞത് ഇതാണോ? ഒരു അമ്പലം ഉണ്ട് പറഞ്ഞത്. ഒരു ചെറിയൊരു അമ്പലം ഉണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞത്. പോയി നോക്കണോ? നിങ്ങൾ പോയി നോക്കിയല്ല നടന്നു. അല്ല നടന്നു നോക്കാം. അതിന് ആറ്റം വരെ കയറുമ്പോ പുറത്തോട്ടുള്ള വഴിയായിരിക്കും ഇത്. അത് പുറത്തേക്കുള്ള വഴി പോയിട്ട് ഇനി ഈ ഒരു കുന്നുമലയാണ് കയറി പോകുന്നത്. പോവാ, അങ്ങോട്ട് പോവാ. ഓക്കെ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. നമ്മൾ ഇത്രയും ദൂരം വന്നത് പുറത്തോട്ട് വരാനുള്ള വഴിയായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉറുമ്പി ഹിൽസിലാണ് താമസിക്കുന്നത്, അവിടുന്ന് ടോപ്പ് സ്റ്റേഷനിലോട്ടൊരു വഴിയുണ്ട് എന്ന്. അപ്പോൾ ഈ ഞങ്ങൾ വന്ന വഴി എന്ന് പറയുന്നത് എക്സാക്റ്റ് ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി, അതായത് ആഷ്ലി ബംഗ്ലാവും കഴിഞ്ഞ് മദാമുക്കുളം കഴിഞ്ഞ് ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു 6:30 ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയതാണ്. അതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സമയം ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങളുടെ യാത്ര വീണ്ടും ഞങ്ങൾ തുടങ്ങി. നമ്മൾ പോണ് വേണ്ട, നമുക്ക് ടോപ്പ് സ്റ്റേഷൻ മതി. അവിടെ ഒരു മല കാണുന്നുണ്ട്. ആ ഒരു ഇതിലോട്ടോ നമ്മൾ പോകുന്നതൊക്കെ വിചാരിക്കുന്നു, അറിയില്ല. പോടെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ വീണ്ടും പാറയിട്ടുണ്ട്. ആ ഒരു വ്യൂ കണ്ടോക്കെ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് വീട്ടിൽ ചെയ്യാൻ തോന്നുന്നത്? രാവിലെ ഇതിൽ വീഡിയോ എടുത്തിട്ട് തോന്നുന്നു. ആ സംഭവം ഒന്നും കാണാനാവില്ല. അപ്പോൾ നോക്കിയത് ഫുള്ള് റൗണ്ട് കല്ലടാ. ഇത് കയറി വരുമ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഇറങ്ങുമ്പോഴാണ് നല്ല സീന്. എന്തേം പറ്റിയോ? എന്താ ഗീർ പറ്റിയ? സുഖ ഇങ്ങനെ ഇടുക. കയറ്റി വെക്കിയ തൽക്കാലം മോളിക്ക് നമുക്ക് വഴി ഉണ്ടാക്കാം. ആദ്യം എടി വെള്ളം പോ. ഒരു മിനിറ്റ്, നമ്മുടെ ഇറക്കി കൊടുക്കണ്ടേ? ഒരു ജിപ്സി വരുന്നുണ്ട്. എന്താ ചെയ്യണ്ട്?
ഞങ്ങൾ തിരിച്ച് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും സമയം ഏകദേശം 10:30 ആയിട്ടുണ്ടായിരുന്നു. 11 മണിക്കായിരുന്നു ഞങ്ങളുടെ ചെക്കൗട്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പിലുള്ള ബാക്കി എല്ലാവരും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നി. ആ പ്രദേശങ്ങളിൽ റേഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കാനും അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു ഉറുമ്പിക്കര ടോപ്പ് സ്റ്റേഷൻ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു പക്ഷേ എന്തുകൊണ്ടും നല്ലതായിട്ട് ഞങ്ങൾക്കും തോന്നി. കാരണം ഇതുവരെ ഒരു പക്ക ഓഫ് റോഡൊന്നും ചെയ്യാത്ത ഞാനും ഡോക്ടറുമാണ് ഇവിടെ കൂടെ പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ ഈ എക്സ്ട്രീം ഓഫ് റോഡായ ഉറുമ്പിക്കര ടോപ്പ് സ്റ്റേഷനൊക്കെ കവർ ചെയ്ത പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നി. ഇനി ഒരു ദിവസം ഉറുമ്പിക്കര ടോപ്പ് സ്റ്റേഷനിലോട്ട് മാത്രമായിട്ട് വന്ന് പക്ക എക്സ്പ്ലോർ ചെയ്ത് പോകണം എന്ന പ്രതീക്ഷയോടെ അതുവരെയുള്ള കാഴ്ചകൾ സംതൃപ്തരായി. അല്ലെങ്കിലും സ്വപ്നം കണ്ടതെല്ലാം പെട്ടെന്ന് തന്നെ വന്നു ചേർന്നാൽ പിന്നെ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്തതുപോലെ തോന്നും. ഇനി എന്തെങ്കിലും ഒരു ദിവസം ഉറുമ്പിക്കരയിലെ ബാക്കി എല്ലാ വിശേഷങ്ങളുമായി നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ തിരിച്ചു യാത്രയാവുകയാണ്.